അപ്പം കാച്ചിമോരിന് വേണ്ടിയ സാധനങ്ങൾ: മിൽമയുടെ പച്ച കവറാണ് ഞാൻ മേടിച്ചേക്കുന്നത്. പുളിയുള്ള മോരല്ലെങ്കിൽ കാച്ചിമോരിന് ടേസ്റ്റ് വരത്തില്ല. അതുകൊണ്ട് മിൽമയുടെ പച്ച കവറ്, ഒരു 3 തണ്ട് കരിയാപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരു 6 വെളുത്തുള്ളി, ഒരു 4 ചുമന്നുള്ളി. ഇതിനെല്ലാം നമുക്ക് അരിഞ്ഞു വെക്കാം. മോരിനെ നമുക്ക് അടിച്ചും വെക്കാം. അപ്പം മോര് നമ്മൾ അടിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് വെള്ളം ചേർത്താണ് അടിച്ചത്. കൂടുതൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കര ലൂസായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് 1 ഗ്ലാസ് വെള്ളം, പിന്നെ മിക്സി കഴുകി ഒരു ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ഇനി എല്ലാം അരിഞ്ഞു വെച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക്, കരിയാപ്പില. ഇനി പൊടികളും എടുത്തു വെച്ചു: ജീരകം, ഉലുവാപ്പൊടി, മഞ്ഞൾ പൊടി. ഇനി നമുക്ക് ഇച്ചിരി ഉലുവ മുഴുവനെ ഇടണം, കടുക് ഇടണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി എണ്ണ ഒന്ന് ചൂടാകുമ്പോഴത്തേനും നമുക്ക് കടുക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മതിയേ കടുക്. ഇനി ഉലുവ, മുഴുവനെയുള്ള ഉലുവ, അത് ഒരു 1/2 ടീസ്പൂൺ. കടുകൊന്ന് പൊട്ടട്ടെ. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പച്ചമുളക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. എല്ലാം ഒന്ന് മൂത്തോട്ടെ. അപ്പോൾ കരിയാപ്പിലയും കൊണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ. ഇനി ഉപ്പിട്ട് കൊടുക്കുകയാണ്. 1.5 ടീസ്പൂണ് ഉപ്പിട്ടിട്ടുണ്ട്. ഇനി മഞ്ഞൾ, അതൊരു 1/2 ടീസ്പൂണ്. ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂണ്. ഉലുവ പൊടിച്ചത് ഒരു 3/4 ടീസ്പൂണ്. പൊടികളൊന്ന് വഴന്നോട്ടെ. അപ്പോഴത്തേന് നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന മോര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കണ്ടിന്യൂസ് ഇളക്കണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. മോര് നമ്മൾ അടുപ്പേ നിന്ന് ഇറക്കി വെച്ചാലും കുറച്ച് നേരം കൂടെ ഇളക്കേണ്ടി വരുമേ. എന്നാലും ചൂട് പോകുന്നിടം വരെ ഇളക്കിയില്ലെങ്കിൽ മോര് പിരിഞ്ഞു പോകും. ഈ സമയത്ത് ഉപ്പ് ഉണ്ടോയെന്നൊന്ന് നോക്കിക്കോണേ. ഉപ്പും പുളിയും എല്ലാം ഉണ്ട്. വെട്ടിത്തിളക്കല്. ആവി നല്ലപോലെ വരുമ്പോഴത്തേന്, ചെറിയ ആവി വരുമ്പോഴത്തേന് നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുക്കും. ഇനി അത് ആറുന്നിടം വരെയും അല്പം ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മുടെ കാച്ചിമോര് റെഡി ആയിട്ടുണ്ട്.